കോടതിയിൽ ചെന്ന് 1-2 കൗൺസിലിംഗ് ഒക്കെ കഴിയുമ്പോ അവന്റെ മനസ്സങ്ങ് മാറും. അതിനു മുന്നേ നമ്മൾ ഒരു തടയിടണം. അവൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് നിങ്ങൾ കയറി ചെല്ലണം. ഞാൻ കയറി ചെല്ലാനോ? ആ, നിങ്ങൾ ഒറ്റയ്ക്ക് പോണം. അവന്റെ മുന്നിൽ ചെന്ന് കയറണം. വേണ്ട 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 അവനെന്നെ ആക്ഷേപിച്ചു വിടും. അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? പ്രയോജനമുണ്ട്. അതുകൊണ്ടല്ലേ പറഞ്ഞത്. ഇനി നമ്മൾ അവന്റെ ആളാണെന്നും അവന്റെ ചോരയാണെന്നും അവന് തോന്നി തുടങ്ങണം. എന്നുവെച്ചാ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അവനൊരു സപ്പോർട്ട് കൊടുക്കണം. പറഞ്ഞേ എടി, എനിക്കതങ്ങോട്ട് തലയിലോട്ട് കയറുന്നില്ല. നമ്മളിപ്പോൾ തന്നെ 3-3.5 കോടി രൂപ അവന് വേണ്ടി ചാച്ചാജി ഫിലിംസിൽ ഇൻവെസ്റ്റ് ചെയ്തു. അവനെ പാർട്ണറും ആക്കി. എന്നിട്ട് അവനെ അവളെയും സെപ്പറേറ്റ് ചെയ്യിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിച്ചു. അതുവരെ ഓക്കെ. എടി, ഇനി അതിൻ്റെ 2ാം ഭാഗമുണ്ട്. അവൻ സിനിമാ പ്രോജക്റ്റ് ഏകദേശം തുടങ്ങാറായേ. അതിൻ്റെ കാര്യങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങിയേ. ആ സമയത്ത് ആ പ്രോജക്റ്റ് മുടങ്ങുന്നു. എന്നുവെച്ചാ ചാച്ചാജി തന്നെ അത് മുടക്കുന്നു. എന്നിട്ട് സുധാകർജി നമ്മൾ മുടക്കിയ പണം നമുക്ക് തിരിച്ചു തരുന്നു. എന്നിട്ട് അവനെ പ്രോജക്റ്റിൽ നിന്ന് പുറത്താക്കുന്നതായി അനൗൺസ് ചെയ്യുന്നു. അത് ഹിറ്റാവുന്നതാണെന്ന് സുധാകർജിക്കും അറിയാമേ. അവനെ ഒഴിവാക്കി പുതിയൊരു ക്രൂവിനെ വെച്ച് ആ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ പദ്ധതിയാണല്ലോ ഇപ്പൊ നടപ്പാക്കിയിരിക്കുന്നത്. അതിനിടയിൽ അവന്റെ അടുത്ത് പോയി ഞാൻ സൗഹൃദം സ്ഥാപിക്കേണ്ട കാര്യം എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതാ ഞാൻ എപ്പോഴും പറയുന്നത്. ഓ, എന്റെ തലയിൽ ചേരാന്നല്ലേ? ആ, അത് തന്നെ. ഇനി ചെയ്യേണ്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം അങ്ങോട്ട്. അതിനു മുൻപ് അനന്തന്റെ മറ്റു പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്ക്. നിങ്ങൾ വണ്ടി എടുക്ക്. ഓക്കണ മോനെ. മോന് പെയിനൊന്നുമല്ലോ? ചെറുതായിട്ട്. പിന്നെ എന്റെ മോനും ഇതുപോലൊക്കെ തന്നെ. ചെറിയൊരു ജലദോഷം മതി, പിന്നെ അങ്ങ് ഉവ്വാവാ. നമ്മുടെ കെയറിങ് കൂടുതൽ കിട്ടാനുള്ള അടവാ ഇതൊക്കെ. അതിന്റെ ചിരിയുണ്ടില്ലേ? 1 മാസം പ്ലാസ്റ്റർ ഇട്ട് കിടക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പഴും നടത്തണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ സ്കൂളിൽ നിന്ന് നോട്ട്സ് ഒക്കെ എടുപ്പിച്ച് കുറേശ്ശെ ഇവിടെ നിന്ന് അങ്ങ് എഴുതി പഠിച്ചാ മതി കേട്ടോ. അമ്മ സ്കൂളിൽ വിളിച്ച് ആമി വരുമ്പോഴേ എന്റെ നോട്ട്സ് കൊണ്ടുവരാൻ പറയണേ. അതൊക്കെ അമ്മ പറഞ്ഞാ വിട്ടിരിക്കുന്നത്. മോൻ റെസ്റ്റ് എടുക്ക. അമ്മ എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും എടുക്കാം കേട്ടോ. വരൂ. കിട്ടുന്നില്ലല്ലോ. എവിടെ പോയി കിടക്ക? അനന്തിനെ പിന്നെ വിളിച്ചു നോക്കിയായിരുന്നു ആൻസി? ആളിവിടെ വന്നായിരുന്നു. ഇവിടെ വന്നോ? ആ. എന്നിട്ട് എന്ത് പറഞ്ഞു? മക്കളെ മാത്രം മതിയെന്ന്. എല്ലാരും കൂടെ പറഞ്ഞ മനസ്സ് തിരുത്തി കാണുമല്ലേ? അറിയില്ല. അപ്പൊ ഇനി ലീഗലി മൂവ് ചെയ്യോ? അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞങ്ങളെല്ലാരും കൂടി ഒന്ന് സംസാരിച്ച് തെറ്റിദ്ധാരണ മാറ്റി കോംപ്രമൈസിന് ശ്രമിച്ചാലോ? അനന്തുവിന്റെ തീരുമാനങ്ങളെല്ലാം ഉറച്ചതാ. അതൊന്നും ഒരിക്കലും മാറില്ല, ആര് പറഞ്ഞാലും. അനന്തൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നതാ. അന്നും അനന്തുവിൻ്റെ ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങൾ ഒരുമിച്ചത്. അപ്പോൾ ഈ തീരുമാനം ഒരിക്കലും അനന്തു മാറ്റില്ല. 2 കുഞ്ഞുങ്ങളല്ലേ, അവരൊരു ഘടകമല്ലേ. അന്നെടുത്ത തീരുമാനം പോലെയാണോ ഇത്? നിസ്സാര കാര്യമാണോ? ആൻസി തെറ്റുകാരിയല്ലാന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. CM-ഉം DGP ഒക്കെ ഇടപെട്ടതല്ലേ. മീഡിയ സപ്പോർട്ടും ഉണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ എന്റെ ഭർത്താവ് കാര്യങ്ങൾ ഏറ്റെടുത്ത് വീണ്ടും നീങ്ങിക്കൊണ്ടിരിക്കുക. ഒരു 6 മാസത്തെ സമയം. അതുവരെ അനന്തനൊന്ന് വെയിറ്റ് ചെയ്യണം. ഞങ്ങള് മനസ്സിലാക്കുന്ന അത്രയെങ്കിലും ഭർത്താവിന് മനസ്സിലാക്കിക്കൂടെ? ലക്ഷ്മി, അങ്ങനെ ഞാൻ എന്നെ തന്നെ തെളിയിച്ച് തെറ്റുകാരിയല്ലെന്ന് ബോധ്യപ്പെടുത്തി ചെന്നാലേ അനന്തു എന്നെ സ്വീകരിക്കുമെന്നാണോ? എന്നിലുള്ള വിശ്വാസം എങ്ങനെയാണ് അനന്തന് ഇത്ര പെട്ടെന്ന് നഷ്ടപ്പെട്ടത്?
ഏട്ടനെ വിളിച്ചിട്ട് ഔട്ട് ഓഫ് റേഞ്ചാ. ഒരു ചടങ്ങിന് പോവാനുള്ളതാ. എന്തിന്റെയാ? ഒരു 16 അടിയന്തരം. ആരുടെയാ? എൻ്റെ ഒരു കൊളീഗിന്റെ മദറിലോ. നമ്മൾ ഫാമിലി ഫ്രണ്ട്സാ. അതുകൊണ്ട് പോവാതിരിക്കാനും പറ്റില്ല. വണ്ടിയായിട്ട് ഇവിടെ വന്നിട്ട് ഒരുമിച്ചങ്ങ് പോവാന്ന് പറഞ്ഞതാ. ഇപ്പതേ വിളിച്ചപ്പോ ഔട്ട് ഓഫ് റേഞ്ച്. അപ്പൊ സ്കൂട്ടറിലാണോ വന്നത്? ഇവിടെ വെച്ചിട്ട് ഒരുമിച്ച് പോവാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഞാൻ ഇറങ്ങാൻ പോവാ. വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറയാം. ഇതാ ഇത് കുടിച്ചിട്ട് പോ. ഇതാ. അവിടെ നിന്ന് ഇതുവരെ ഇറങ്ങില്ലേ സാറേ? ആ എത്തിക്കോ സാറേ. എല്ലാവരും വന്നിട്ടുണ്ട്. എനിക്ക് ഇന്നൊരു കല്യാണത്തിന് പോണം. ഒരു തീരുമാനം ആക്കിയിട്ട് വേണം പോകാൻ. ഇപ്പൊ അവിടെ വേറെ സ്ത്രീയുണ്ട്. ഓരോരുത്തരിങ്ങനെ വന്ന് കേറുക. സാറൊന്ന് പെട്ടെന്ന് വാ. ഇപ്പൊ വന്നിരിക്കുന്നത് അവളുടെ കൂടെ ഉള്ളവളായിരിക്കും. ഓരോരുത്തരായിട്ട് വരികയല്ലേ. ഇനി പെൺപിള്ളേരുടെ എണ്ണം കൂടും, പയ്യന്മാരുടെ. ഇതുപോലെ കള്ള അഡ്രസ്സും കൊടുത്ത് വീടും വാടകയ്ക്കെടുത്ത് പിന്നീട് അത് റേഡി പിടിക്കുമ്പോഴാ പുറം ലോകം അറിയുന്നു. മതിലിനപ്പുറത്തുള്ളവർ പോലും അറിയത്തില്ല. സാറേ, അതിന് പോലീസുകാരൻ തന്നെയല്ലേ നടത്തിപ്പ്. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമല്ലേ. ആ ദേ, ആ പെണ്ണ് വരുന്നുണ്ട്.